കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSSY ബ്ലോക്കിലെ അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയുമാണ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായത്. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് 2.5 മാസം മുമ്പ് കാഷ്വാലിറ്റി വിഭാഗം ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് അത്യാഹിത വിഭാഗം പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങി. അടിയന്തര ചികിത്സ വേണ്ടവരെ ഇവിടേക്കാണ് ഇനി മുതൽ കൊണ്ടുവരേണ്ടത്. കെട്ടിടത്തിലെ 2, 3, 4 നിലകൾ ബുധനാഴ്ച മുതൽ പ്രവർത്തന സജ്ജമാക്കും. ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടുന്ന 6-ാം നിലയും 5-ാം നിലയും പിന്നീട് തുറക്കും. ഇവിടെ സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. മെയ് 2 രാത്രിയാണ് അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിൽ പൊട്ടിത്തെറിയെ തുടർന്ന് പുക ഉയർന്നത്. രോഗികളെ ഒഴിപ്പിച്ച് പരിശോധന നടത്തുന്നതിനിടയിൽ മെയ് 5 6-ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലും ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി. ഇതോടെ ഈ ബ്ലോക്ക് പൂർണ്ണമായും അടച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സമിതി കെട്ടിടത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും അവലോകനം ചെയ്ത ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.